ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറവപ്രാക്കളിൽ ഒറിജിനൽ ബ്ലഡ് ലൈന് എങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ലൈന് ഒറിജിനൽ ലൈന് നല്ല പറവുള്ള പ്രാക്കളുണ്ട്. അപ്പോൾ അത് ഇനി ആ ലൈനിൽ തന്നെ നമുക്ക് എങ്ങനെ അടുത്ത വേറെ പ്രാവുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആ ലൈന് വേറെ പ്രാവുമായിട്ട് മിക്സ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതായത് എങ്ങനെയെങ്കിലും ഒരു പ്രാവുമായിട്ട് മിക്സ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ആ കുഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എടുക്കുന്ന കുഞ്ഞിനെ ആ മെയിൽ പ്രാവിൻ്റെയോ അല്ലെങ്കിൽ ഫീമെയിൽ പ്രാവിൻ്റെയോ ആ ലൈന് തന്നെ നമുക്ക് മിസ്സാവാതെ എങ്ങനെ ആ ലൈൻ എന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അടുത്തിറങ്ങി അതേപോലെ അതേ അച്ഛനെയും അമ്മയും പോലുള്ള കുട്ടികളെ എങ്ങനെ ഇറക്കി ആ പേര് പോലെ അടുത്ത് ഇനിയൊരു പേര് എങ്ങനെ ആക്കി കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ബോർഡിൽ കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത് വരച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കതൊരു ഉപകാരമാവും. അപ്പോൾ ഞാനിത് വരയ്ക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമ്മൾ ബ്രീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആർക്ക് ഏത് പ്രാവിനെയാണോ ഏത് ജോഡിയാണോ അവർക്ക് ബ്രീഡ്, അതായത് ആ ലൈൻ ആ ബ്ലഡ് ലൈൻ കീപ്പ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പ്രാവുകളെയാണ് ഞാനിപ്പോൾ ഈ വരയ്ക്കുന്നത്. ഇതൊരു മെയിൽ പ്രാവിനെ ആദ്യം നമ്മൾ വരയ്ക്കും. ഇതൊരു മെയിൽ പ്രാവ്. ഇതൊരു സബ്ജ. ഇത് സബ്ജ എന്നുള്ളത് നോക്കാം. അടുത്ത് ഫീമെയില്. ഇത് മെയിൽ, ഇത് ഫീമെയിൽ ജാക്ക്. ഇനി ഇത് രണ്ട് പ്രാക്കളും ആരെ ലോഫ്റ്റിലാണോ ആർക്കാണ് നമുക്കിപ്പോൾ ഏതൊക്കെ പ്രാവിനെയാണ് നമുക്ക് അതിൻ്റെ ഒറിജിനൽ ബ്ലഡ് ലൈൻ കീപ്പ് ചെയ്ത് പോവേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കുക. എന്നിട്ട് അതിൽ ആ പ്രാക്കള, അതായത് ആ മെയില് ആ ഫീമെയില്, ഇപ്പം ആരെ ലോഫ്റ്റിലായാലും അവർക്ക് കറക്റ്റായിട്ട് ഫീമെയിൽ ആയാലും മെയിൽ ആയാലും നല്ല റിസൾട്ട് ഉള്ള പ്രാക്കളായിരിക്കും ബ്ലഡ് ലൈൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള രണ്ട് പ്രാവുകളെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരിനി എങ്ങനെ നമുക്ക് നോക്കാം, ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. ഈ രണ്ട് പ്രാക്കളെ ജോഡി നമ്മൾ സെറ്റാക്കാം. അപ്പം ഇത് രണ്ടും ജോഡി സെറ്റായപ്പോൾ അതിൽ നിന്നുള്ള കുഞ്ഞാണ്. അടുത്ത് ഒരു മെയിലും ഒരു ഫീമെയിലും. ഇതൊരു മെയിൽ കുഞ്ഞ്, അടുത്തൊരു ഫീമെയിൽ കുഞ്ഞ്. അപ്പോ ഈ രണ്ട് കുഞ്ഞ് ഒരു ജോഡിയായിരിക്കാം, ചിലപ്പോൾ രണ്ട് മെയിലായിരിക്കാം, ഏതോ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം, ഇത് മെയില് ഇത് ഫീമെയില്. ഈ രണ്ട് കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇവര് രണ്ടുപേരെയും സെപ്പറേറ്റ് മാറ്റി. ഈ രണ്ട് കുഞ്ഞിനെ നമ്മൾ എവിടെ ആക്കി? വേറെ സെപ്പറേറ്റ് പിരിച്ചിട്ടു. ഓക്കെ, മാറ്റി. ഇനി നമുക്ക് ഈ മെയിലിനെ ശ്രദ്ധിച്ച് നോക്കണം. ഈ മെയിലിനെ നമ്മളിനി ഈ ഫീമെയിലിനെ മാറ്റി, ആദ്യം ഇട്ട ജാക്ക് ഫീമെയിലിനെ നമ്മൾ മാറ്റി. പകരം അതിനെ മാറ്റിയിട്ട് പകരം അവിടെ വേറൊരു ഫീമെയിൽ, നല്ലൊരു റിസൾട്ട് ഉള്ള ഒരു ഫീമെയിലിനെ നമ്മൾ കൊണ്ടുവന്നു. രണ്ടാമത് ഈ മെയിലിൽ നിന്ന് നമ്മൾ ഈ ഫീമെയിലുമായിട്ട് വീണ്ടും എന്താക്കി, രണ്ട് ചിക്സ് എടുത്തു.
അതിലിറങ്ങിയ രണ്ട് കുട്ടികൾ, ഈ രണ്ട് അതായത് മെയിൽ ഒന്നാണ്, ഫീമെയിൽ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഈ രണ്ട് ഇപ്പൊ നമുക്ക് മെയിൽ നല്ലൊരു മെയിൽ ഇപ്പൊ ഒരു പക്ക നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെയിലാണ് നമ്മളിത്. അപ്പൊ നമ്മൾ ആ ഒരു മെയിലിന്റെ വഴി കീപ്പ് ചെയ്യാൻ മാക്സിമം ഫീമെയിൽ ആയാലും നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിലൊന്ന് ഫീമെയിൽ ഒന്ന് മെയിൽ, ഈ രണ്ട് കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി. എപ്പോഴും ഓർമ്മിക്കുക, മെയിൽ ഒന്നാണ്, ഫീമെയിലാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയത്. അപ്പോൾ ഈ രണ്ട് കുട്ടികളെ ഇങ്ങോട്ടാക്കി. കാണുന്നുണ്ടല്ലേ? അപ്പൊ ഈ രണ്ട് കുട്ടികളെയും നമ്മൾ എന്താക്കി, ഇതിൽ നിന്ന് ആദ്യം ഇട്ടേന്ന് ഇതിപ്പോ ഒരു മെയില്, ഇത് ഫീമെയില്, ഇത് മെയില്, ഇത് ഫീമെയില്. ഇതിലുള്ള ഒരു മെയിലിനെ എടുക്കുക. ഈ മെയിൽ കുഞ്ഞിനെ രണ്ടാമത്തെ ആദ്യത്തെ നമ്മൾ ഇതിൽ നിന്നൊരു മെയിൽ കുഞ്ഞിനെ രണ്ടാമത്തെ ഫീമെയിലായിട്ട് നമ്മൾ എന്താക്കുക, മാച്ച് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി. ആദ്യമായിട്ട് ജാക്കിന്റെ കുട്ടിയാണത്. അതിൽ നിന്നൊരു മെയില്, രണ്ടാമത്തെ നിന്നൊരു ഫീമെയില്. ഇവരെ നമ്മൾ എന്താക്കുക, പെയർ ചെയ്യിപ്പിക്കുക. അതിനെ പെയർ ചെയ്യിപ്പിക്കുക. അതിൽ നിന്ന് രണ്ട് കുട്ടികൾ ഇറങ്ങി. കറക്റ്റായിട്ട് കാണുന്നുണ്ടോ? ഞാൻ കുറച്ച് മുകളിലോട്ട് വരയ്ക്കാം, ലൈറ്റിന്റെ ഒരു ഇതുകൊണ്ടാണ്. ഇതിൽ തന്നെ വീണ്ടും ഈ രണ്ട് കുട്ടികൾ, അതായത് മെയിലും ഫീമെയിലും, ഈ ഫീമെയിലും ഈ മെയിലും, ആദ്യത്തേതും രണ്ടാമത് ഫീമെയിലും മാറ്റിയിട്ട് എടുത്തതുമായ രണ്ടിനെ പെയർ ചെയ്യിപ്പിക്കുക. അപ്പൊ ഇവര് പേര് ഏൽപ്പിച്ചിട്ട് കിട്ടുന്ന രണ്ട് കുട്ടികൾ എടുക്കുക. ഇവരെ ഓട്ടിച്ച് റിസൾട്ട് നോക്കുക. അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ? ആദ്യം ഈ സബ്ജ മെയിലും ജാക്കും ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം രണ്ട് കുട്ടികളെടുത്ത് ഇങ്ങോട്ട് മാറ്റിയത്. രണ്ടാമത് ആ ജാക്കിനെ മാറ്റിയിട്ട് വേറൊരു പ്രാവ്, ഒരു വൈറ്റ് അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ റിസൾട്ട് ഉള്ളൊരു ഫീമെയിൽ ഇട്ടിട്ട് ആദ്യം എടുത്തതിന് നമ്മൾ ഇങ്ങോട്ട് മാറ്റി, രണ്ടാമത് അതേ മെയിലിനെ തന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി. അപ്പൊ എന്നിട്ട് ഇതിലുള്ള മെയില് ഫീമെയിൽ ഏതെങ്കിലും ഒന്ന്, മെയിലെങ്കിൽ മെയില്, ഫീമെയിലെങ്കിൽ ഫീമെയിൽ. കറക്റ്റായിട്ട് മെയില് ആ ലൈനിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിനെ നമ്മൾ വീണ്ടും പെയർ ചെയ്യിപ്പിച്ചു, ഒരുമിച്ച് പെയർ ചെയ്യിപ്പിച്ചു. അപ്പൊ അതിൽ നിന്ന് വീണ്ടും രണ്ട് ചിക്ക് വന്നു, ഒരു മെയില് ഒരു ഫീമെയിൽ. തികച്ചും ഈ മെയില് ആ മെയിലുമായിട്ട് ബ്ലഡ് ലൈന് പക്കായിരിക്കും. അതിലൊരു കാരണവശാലും മാറ്റം വരില്ല. ഈ മെയിലും ആ മെയിലും പക്കായിരിക്കും. ഇനി ഈ നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിലിന്റെ ആണെങ്കിൽ അതേപോലെ ഫീമെയിൽ മെയിൽ ഇതിൽ വരുന്ന ആദ്യത്തെ കുട്ടി, ആദ്യം നമ്മൾ ജാക്കിട്ടില്ലേ, ആ ജാക്കിന്റെ കുട്ടി ഇതേപോലെ രണ്ടാമത്തെ ഒരു ലൈൻ കഴിഞ്ഞു അടുത്ത രണ്ടാമത്തെ ലൈനിൽ കറക്റ്റായിട്ട് വരുന്ന കുട്ടികൾ ജാക്കില് ഫീമെയിൽ കുട്ടികളുണ്ടാവും. അപ്പൊ ആ ഫീമെയിൽ നമുക്ക് കിട്ടി, മെയിൽ നമുക്ക് കിട്ടി. ഇനി ആ മെയിൽ അതുപോലെ തന്നെ നമുക്ക് മാറിയും തിരിഞ്ഞ് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊണ്ടുപോകാം. എപ്പോഴും ആലോചിക്കുക, മെയിൽ ഒന്നാണ്, ഫീമെയിലാണ് നമ്മൾ മാറ്റി കൊടുത്തത്. അപ്പൊ ആ മെയിലിൻ്റെത് ഇനി അതേപോലെ നേരെ ഫീമെയിലിന്റെ കുട്ടി എടുക്കാനാകുമ്പോൾ മെയിൽ മാറ്റി കൊടുക്കുക, ആ ഫീമെയിലിന്റെ അംശം എടുക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേ ലൈനിലുള്ള കുട്ടികൾ കറക്റ്റായിട്ട് വരും. അങ്ങനെ തുടർന്ന് ഇതിൽ നിന്ന് കുട്ടിയെടുക്കുക. നമുക്ക് ഇനി അതിന് അതേപോലെ ഈ പ്രോസസ്സിങ് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. മാറി ഫീമെയിൽ മാറ്റി അത് മാറ്റിയിട്ട് കറക്റ്റ് ചെയ്ത് ആ ലൈനിൽ തുടർച്ചയായിട്ട് കൊണ്ടുപോകാം. ഒരിക്കലും അത് വേറെ മിക്സ് വരില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് മിക്സ് ബ്രീഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 3 പ്രാക്കൾ ഇതിനിട്ട് മാറ്റിയിട്ട രണ്ട് ഫീമെയിൽ ഒരു മെയിൽ, ഇതല്ലാണ്ട് ഇനി മാറ്റിയിട്ട കുട്ടികൾ ഈ വരുന്ന ലൈനിൽ മാറി വരുമ്പോൾ കറക്റ്റായിട്ട് ആദ്യമായിട്ട ലൈന് ബ്ലോക്ക് ആവും. പിന്നെ അതിനുശേഷം വരുന്നത് നമ്മൾ ഇതിന് മാറ്റി കൊടുക്കുന്ന ഒരു ലൈനായിരിക്കും. എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു തന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് സബ്ജ മെയില്, രണ്ടാമത്തെ ജാക്കിനിട്ട് രണ്ട് കുട്ടികളെ മാറ്റിയിട്ടുണ്ട്. സബ്ജയ്ക്കും ജാക്കിനിട്ട ഒരു മെയിൽ ഒരു ഫീമെയിൽ മാറ്റി. രണ്ടാമത് നമ്മൾ ജാക്ക് ഫീമെയിൽ മാറ്റിയിട്ട് അതിനൊരു വൈറ്റ്, ഇപ്പൊ റെഡ് കളറിലാണ് വരച്ചിരിക്കുന്നത്,
അവർ വൈറ്റ് ആയിട്ട് കണക്ക് കൂട്ടുക. വൈറ്റ് ഫീമെയിൽ ഇട്ട് കൊടുത്ത് അതിലൊന്നും ഒരു ഫീമെയിലും മെയിലും മാറ്റി, എന്നിട്ട് ഇതിൽ ഫീമെയിലും ആദ്യത്തെ പേരിലെ മെയിലുമായിട്ട് നമ്മൾ ജോഡി ചെയ്യിപ്പിച്ചു. അതിൽ 2 കുട്ടികളെ ഇറക്കിയിട്ടുണ്ട്. കുട്ടികളെ ഇറക്കിയിട്ടുണ്ട്. ആ കുട്ടികളെ നമ്മൾ മെയിലും ഫീമെയിലും വീണ്ടും പിന്നെ ഇതാക്കി എങ്ങനെ ജോഡിയാക്കിയിട്ട് വീണ്ടും 2 കുട്ടികളെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇപ്പം ലൈൻ ഒരേപോലെ കീപ്പ് ചെയ്ത് നമ്മൾ വരുന്നുണ്ട്. അത് മാറി വീണ്ടും ആ ഒരു തലമുറ കഴിഞ്ഞാൽ, അതായത് ആ ഒരു ജോഡിയുടെ പേരന്റ് സെറ്റ് കഴിഞ്ഞാൽ അടുത്ത് ഇതേപോലെ തന്നെ മാറിയും തിരിച്ചു അതിലൊരു ഫീമെയിൽ ഇതിലൊരു മെയിൽ ഇങ്ങനെ മാറി മാറി നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ ആ കറക്റ്റ് ലൈനേജ് നമുക്ക് കീപ്പ് ചെയ്ത് കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ലൈനേജ്, അതായത് എങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ വരച്ച് കാണിച്ചത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒറിജിനൽ ബ്ലഡ് ലൈൻ എങ്ങനെ നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തത്. അപ്പോൾ അതിൽ എന്തെങ്കിലും സംശയമുള്ളവർ കമൻ്റ് ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉള്ളവർ കമൻ്റ് ആയിട്ട് മെസ്സേജ് അയയ്ക്കുക. ഞാൻ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മളെ വീഡിയോകൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.